അതെ, രാവിലെ തന്നെ ഈ വെണ്ടയ്ക്കയൊക്കെ പിടിച്ച് എന്നാന്നല്ലേ അപ്പം പറമ്പിലിറങ്ങി വെണ്ടയ്ക്കയൊക്കെ പറിച്ച് വരുവാ കേട്ടോ. അപ്പം വെണ്ടയ്ക്കയും കൊണ്ട് എന്തുവാന്നല്ലേ, ഉപ്പേരിയൊന്നും അല്ല കേട്ടോ. ഉപ്പേരിയും കറിയൊന്നും അല്ല, ഇന്നൊരു വെറൈറ്റിയാണ് മക്കളെ, വെറൈറ്റി. മക്കളെ, പറമ്പെന്ന് പറിച്ചത് കൊണ്ട് തന്നെ നല്ല ചള്ള് വെണ്ടയ്ക്കയാട്ടോ കിട്ടിയത്. അതായത് മൂപ്പില്ലാത്ത വെണ്ടയ്ക്കയാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്ക ഇനി കുറച്ച് സാധനം കൂടി, ഫസ്റ്റ് കുറച്ച് സാധനം വേണം. കുറച്ച് തേങ്ങ, 2 പച്ചമുളക്, മല്ലിച്ചപ്പും കറിവേപ്പിലയും, പാകത്തിനുള്ള ഉപ്പും. അപ്പം നമുക്കിതൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചമ്മന്തി പോലെ പൊടിച്ചെടുക്കാം കേട്ടോ. അതായത് തേങ്ങയും മല്ലിയും കറിവേപ്പിലയും നമ്മളെ 2 പച്ചമുളകും പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചമ്മന്തി പോലെ നമുക്ക് ഇതാക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കൈയും കൊണ്ട് കുഴച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പം നമുക്ക് വെണ്ടയ്ക്കയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നടുവിൽ ഇങ്ങനെ ഒരു കീറ് കൊടുക്കണം കേട്ടോ. എനിക്കിങ്ങനെ വെണ്ടയ്ക്ക എടുത്ത് വെണ്ടയ്ക്കയൊക്കെ കാണുമ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ ഒരു മൂവി ഓർമ്മ വരും. എന്നിട്ട് ഇങ്ങനെ നടുവേ ഇങ്ങനെ കീറി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളത്തെ ആ വിത്ത് ഇതുണ്ടല്ലോ, കുരു അങ്ങ് എടുക്കണം കേട്ടോ. ഇത് കണ്ടില്ല, ഞാൻ എടുത്ത് കളയുന്നുണ്ട് അതിൻ്റെ കുരു. അപ്പം ലാലേട്ടൻ്റെ ഒരു മൂവി ഓർമ്മ വരും കേട്ടോ. അതിലുണ്ട് ജഗതി ചേട്ടൻ ഈ വെണ്ടക്ക ചെടിയിൽ നിന്ന് പറിച്ച് കഴിക്കുമ്പോൾ അപ്പം പുഴുവൊക്കെ നോക്കണേ. എല്ലാത്തിലൊന്നും ഉണ്ടാവില്ല, നല്ല ചള്ള വെണ്ടയ്ക്ക കേട്ടോ. ചിലവരിങ്ങനെ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്ന കാണാം. ഞാൻ അങ്ങനെ കഴിക്കാറൊന്നുമില്ല, പക്ഷേ ചിലവർ കഴിക്കുന്ന കാണാം. ഇങ്ങനെ ചള്ളായി നിൽക്കുമ്പോൾ തന്നെ പൊട്ടിച്ചിട്ട് പച്ചയ്ക്ക് കഴിക്കുന്ന കാണാം. അപ്പോൾ ഇതിങ്ങനെ കീറുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പഴം നിറയ്ക്കത്തില്ലയോ, നടു കീറിയിട്ട് പഴം നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തേങ്ങേൻ്റെ ഇത് വെച്ച് കൊടുക്കൂല്ലേ, മധുരം ഇതാക്കിയിട്ട്. അതുപോലെ തന്നെ നടുവേ കീറിയിട്ട് അതിൻ്റെ വിത്തൊക്കെ നിങ്ങൾ വിചാരിക്കും ഞാൻ പുറത്തേക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ചീര നട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം വിത്തൊക്കെ എന്താ കളയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചള്ളാണ്. അപ്പോൾ അതിൻ്റെ വിത്തൊന്നും എന്തായാലും ഇനി മുളച്ചൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇട്ട് കൊടുക്കും, അഥവാ പറയാൻ പറ്റത്തില്ല, മുളച്ച് വന്നാലും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കീറി നല്ല രീതിയിൽ, അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഞാൻ എങ്ങനെ കീറി വെച്ചിരിക്കുന്നതെന്ന്. അപ്പം മൊത്തം ഒന്ന് കീറി എടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ കീറി എടുക്കുക കേട്ടോ. കീറി എടുത്തിട്ട് അടുത്ത പരിപാടി മക്കളെ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മക്കളെ, ഇതിലേക്ക് നമ്മളെ ചമ്മന്തി അങ്ങ് നിറച്ച് കൊടുക്കുക. എന്തിലേക്ക്, വെണ്ടയ്ക്ക കീറി എടുത്തിട്ടില്ലേ, ഇങ്ങനെ ഞാൻ ചെയ്യുന്ന കാണുമ്പം പലർക്കും എന്താ ഓർമ്മ വരുമെന്നറിയാം, നമ്മൾ കായ് നിറയ്ക്കുന്നത് അല്ലേ. കായ് നിറച്ച് ഇങ്ങനെ കീറിയിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങേൻ്റെ അല്ലേ, തേങ്ങ മധുരത്തിലുള്ള തേങ്ങ വെച്ച് കൊടുക്കും. നമ്മുടെ നോമ്പിനായാലും സൽക്കാരത്തിനൊക്കെ മെയിൻ ഉണ്ടാവും കായ് നിറച്ചതില്ലേ. അപ്പം പക്ഷേ കായ് നിറച്ച് കഴിഞ്ഞ് ഇങ്ങനെ തേങ്ങ നിറച്ച് കഴിഞ്ഞ് അതിൻ്റെ കാര്യം കഴിഞ്ഞു. പക്ഷേ അതങ്ങനെയല്ല കേട്ടോ. ഇത് കഴിഞ്ഞിട്ടും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇത് മാത്രം മതി നമുക്ക് കുറേ ചോറൊക്കെ കഴിക്കാൻ, വേറെ മീൻ വറുത്തതോ ഒന്നും വേണ്ട കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ 2024 എല്ലാവർക്കും എങ്ങനെയിരുന്നു? അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ നല്ലതും അല്ല, വളരെ മോശമല്ല, ഒരു നടുവിൽ അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ എന്താ പറയുക 25 നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും കേട്ടോ. രോഗങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. എനിക്ക് ഏറ്റവും വലിയ ഇതെന്താണെന്ന് വെച്ചാൽ 2022 എൻ്റെ ഉമ്മച്ചി പോയത്, പിന്നെ റയാൻ്റെ ഫാദർ, എൻ്റെ പപ്പ പോയത്. അപ്പം ഉമ്മച്ചി പോയതാണ് എനിക്ക് ഇപ്പോഴും ആ വിഷമങ്ങൾ മാറാത്തത്. എൻ്റെ ഉമ്മച്ചി പോയത് ഒരു ഇത് മാത്രമാണ്. മറ്റേത് നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ട. അവർ നമ്മളെ മുമ്പിൽ ഹാപ്പി ആയിട്ട് വേറെ ആളോടെ ജീവിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് അല്ലേ. പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ചെയ്യുന്നവർക്കൊക്കെ നാളെ പിറ്റേന്ന് കിട്ടിയിട്ട് ചരിത്രമേ ഉള്ളൂ. അപ്പം എന്താ പറയുക, പടച്ചോനുണ്ടല്ലോ അല്ലേ, അത് മാത്രം എനിക്ക് അത് മതി. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നല്ലത് മാത്രം ആവട്ടെ അടുത്ത വർഷം അല്ലേ. രോഗങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ഞാൻ എപ്പോഴും ആർക്കെങ്കിലും വയ്യാണ്ടായി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ ഉമ്മച്ചീനെ ഓർമ്മ വരും. എന്താണെന്നറിയോ, രോഗങ്ങൾ വരാണ്ടിരിക്കട്ടെ. കാരണം രോഗം വന്നിട്ട് ആരും ഒരു ഇതിലും വരാണ്ടിരിക്കട്ടെ. രോഗങ്ങളൊന്നും വരണ്ട. വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും ആരെ മുമ്പിലും കൈനീട്ടാണ്ട് ജീവിക്കാനുള്ളൊരു അവസ്ഥ വന്നാൽ മതി. എല്ലാവർക്കും വീടും കാര്യങ്ങളും എല്ലാം നല്ലത് വരട്ടെ. 2025 നല്ലതാവട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന മാത്രമല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അക്കുഡൂസിനെയും കൊണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് പുറത്തേക്ക് ദൂരെ എവിടെയൊന്നും പോയില്ല. വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്ക് കൊണ്ടുപോയി. പിന്നെ നഗരവനത്തിലും എല്ലാം ഇവിടെ തന്നെ 2-3 കിലോമീറ്റർ വ്യത്യാസത്തിലാട്ടോ. അപ്പോൾ പാർക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നിറച്ചിട്ട് ഞാൻ ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. അപ്പം ഇത് കുറച്ച് വറ്റൽമുളക് കേട്ടോ, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് റവ, നമ്മളെ കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള എല്ലാം. വറ്റൽമുളകും കുരുമുളകും മുളക് പൊടിയും ഒക്കെ എരിവാണ്. അപ്പം എരിവ് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പറയാൻ വിട്ടുപോയൊന്നും കൊണ്ട് കുറച്ച്
ചിക്കൻ മസാലയും കൂടി കുറച്ചൊരു നുള്ള് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടി. ഇതിൽ വെള്ളമൊന്നും ആക്കുന്നില്ല കേട്ടോ, മിക്സ് ചെയ്യും. എനിക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്താ ഓർമ്മ വരുവാണെന്നറിയോ, മുളകും ഉപ്പും കൂട്ടിയിട്ട് മാങ്ങ ഇതുപോലെ കഴിക്കുമ്പോൾ ഇത്ര സാധനമൊന്നുമില്ല കേട്ടോ, വെറും മുളകും ഉപ്പും കൂട്ടി. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലത്തേക്ക് ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. വെള്ളമൊന്നുമില്ല, ആ കയ്പ്പക്കേൻ്റെ ഒരു നനവല്ലാണ്ട് വെള്ളമൊന്നും ആക്കുന്നില്ല. അപ്പം നമുക്ക് എല്ലാത്തിലും ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഇപ്പം മാങ്ങേൻ്റെ ഒന്നും അല്ലല്ലോ, മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോഴങ്ങനെ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ആദ്യം സ്കൂളിലുള്ള പഠിക്കുന്ന സമയത്തൊക്കെ ഈ മുളകും ഉപ്പൊക്കെ കൂട്ടിയിട്ട് മാങ്ങയൊക്കെ എത്ര കഴിക്കുന്നായിരുന്നു എന്നറിയും. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു, പിള്ളേരൊക്കെ കഴിക്കും. അല്ലാണ്ട് ഇപ്പം അങ്ങനത്തെ ആ ഒരു ഇതൊന്നുമില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും. പക്ഷെ എനിക്ക് ഇഷ്ടം കേട്ടോ, ഓറഞ്ചിൽ നമ്മൾ ഉപ്പും മുളക് പൊടിയും ആക്കിയിട്ട് നടുവിലിങ്ങനെ ആക്കിയിട്ട് കഴിക്കുക, അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ചെയ്ത് വെക്കുക. എല്ലാത്തിലും കേട്ടോ, നമ്മൾ ചമ്മന്തി നിറച്ച് വെച്ച എല്ലാ വെണ്ടയ്ക്കയിലും ഇതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ല, വെള്ളമൊന്നും നനച്ചിട്ടില്ല. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ എല്ലാം കൂടിയിട്ട്. അപ്പം നമുക്ക് എന്താക്കുക, ഇതുപോലെ എല്ലാം ഇതാക്കുക. അപ്പം ഞാൻ എരിവിൻ്റെയും ഇതിൻ്റെയും ഒന്നും അളവ് പറയാത്ത, നിങ്ങളെ എരിവ് അനുസരിച്ച് ആക്കിയാൽ മതി കേട്ടോ. എരിവനുസരിച്ച് മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾക്ക് എണ്ണ ചൂടാവുമ്പം ഈ വെണ്ടയ്ക്ക ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം എടുത്ത് പറയുന്നത് സിമ്മാക്കിയിട്ട് വെക്കണേ അടുപ്പ്, ചൂടിൽ വെക്കരുത്, സിമ്മാക്കിയിട്ട് വെച്ചാൽ മതി. കാരണം നമ്മൾ ചിലപ്പം വെണ്ടക്ക കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നമുക്ക്, ഞാനിപ്പോൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. അതുപോലെ തന്നെ എണ്ണ എല്ലായിടത്തും ആക്കി കൊടുക്കണം. പിന്നെ കാരണം എൻ്റെ ദോശക്കല്ല് ഒരു വശത്ത് ചെരിഞ്ഞുകൊണ്ട് അവസ്ഥയ്ക്ക് എണ്ണ എത്തിയില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ഇന്ന് അടുപ്പ് കത്തിച്ചിട്ടൊന്നുമില്ല, ഇന്ന് ഇവിടെ തന്നെ ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കുറേ വിശേഷം എൻ്റെ തന്നെ പറഞ്ഞില്ല. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമുക്കിതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് എന്താക്കണം, ഞാൻ പറഞ്ഞില്ല, ഞാൻ എണ്ണ അങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുന്നത്, ഇതുപോലെ എണ്ണയാക്കി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് പൊത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഒന്ന് പൊത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ സിമ്മിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടേയിരിക്കണം മക്കളെ. ഇതുണ്ടെങ്കിലുണ്ടല്ലോ, ഈ വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ എന്ന് പറയുക, ചൂട് ചോറും ഈ ഒരു വെണ്ടയ്ക്കയും, 2 വെണ്ടക്ക വറുത്തതും കുറച്ച് ചോറും എടുത്താൽ മക്കളെ വേറൊന്നും വേണ്ട. കാരണം എന്താണെന്നറിയോ, പുറത്തുള്ളത് നല്ല അടിപൊളി മസാലക്കൂട്ടാണ്. അതുപോലെ തന്നെ ഉള്ളിൽ ചമ്മന്തി, ഇത് മാത്രം മതി കേട്ടോ, വേറൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ എരിവൊന്നും പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾക്ക് പാകത്തിനുള്ള, ചിലവർക്ക് എരിവ് കൂടുതൽ വേണ്ടവർ വേണം, കുറവുള്ളവർ മതി. അങ്ങനെ ഞാൻ 2 കറിവേപ്പില പറിച്ചിട്ട് വരട്ടെ കേട്ടോ. പിന്നെ മല്ലിച്ചപ്പും വേണം. അപ്പം കറിവേപ്പില പറിച്ചു, കാരണം ഇത് ആവാനായിട്ടുണ്ട്. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആയി കഴിഞ്ഞ് ഇതിൻ്റെ മേലത്തേക്ക് ഇട്ട് കൊടുക്കണ്ടേ. അപ്പം എരിവിൻ്റെ ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലും വറ്റൽമുളകിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ കുരുമുളക് പൊടിയുണ്ട്, ചുവന്ന മുളക് പൊടിയുണ്ട്, ഉള്ളിൽ നമ്മുടെ ചമ്മന്തിയിൽ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എരിവുണ്ടാവും. എരിവ് വേണ്ടാത്തവർ കുറച്ച് ഈ എരിവുകൾ കുറച്ചാൽ മതി കേട്ടോ. എരിവ് വേണ്ടാത്തവരുണ്ടാവില്ല, അപ്പോൾ കുറച്ചാൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. എന്നാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് അടിക്കണേ. എന്നാൽ ശരിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ.